ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞാനൊരു മെയിൻലി ഞാൻ ചെയ്യുന്നത് എൻ്റെ ഡേ ഇൻ ലൈഫ് ആണെങ്കിലും ഫുഡിനെ കുറിച്ചൊക്കെയാണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് ഒരു ഔട്ടിങ് പോകുന്ന ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഔട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറങ്ങാനൊന്നും അല്ല. ഇന്ന് എൻ്റെ സഞ്ജിത്തിൻ്റെ സ്കൂളിലൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു പ്രാക്ടീസ് സെക്ഷൻ ഉണ്ട്. അപ്പോൾ രാവിലെ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. മാത്രമല്ല ഇന്ന് പ്രത്യേകിച്ച് സ്പെഷ്യൽ ഡേ ആണ്. ഇന്നത്തെ സ്പെഷ്യൽ ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കർക്കിടക വാവാണ്. അപ്പം ഞങ്ങൾക്കങ്ങനെ പ്രത്യേകിച്ച് വീട്ടിലങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് പ്രാക്ടീസിന് പോവാം, അവിടുത്തെ വിശേഷങ്ങളൊക്കെ കുട്ടികളായിട്ടുള്ള ഇൻട്രാക്ഷനൊക്കെ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാനിന്ന് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ പോകുന്ന വഴിയിൽ ഞാൻ സംസാരിക്കാം. ഓക്കെ. അപ്പം എൻ്റെ ക്യാമറാമാൻ എൻ്റെ കൂടെ ഉണ്ട്. ഹായ് പറയൂ. ഹായ് പറയൂ. ഭയങ്കര നാണാണോ രാവിലെ? അപ്പോൾ ഞാൻ സീറ്റ് ബെൽറ്റൊക്കെ ഇടട്ടെ. വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഇനി നേരെ ഇങ്ങോട്ട് പോവാണേ. അപ്പോൾ പോവാം. സ്കൂളിൽ എന്താണ് പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ യൂത്ത് ഫെസ്റ്റിലൊക്കെ ഓരോന്നും വന്നു തുടങ്ങിയല്ലോ. ഓരോ ടൈം കഴിഞ്ഞു. അപ്പോൾ അതിൻ്റേതായ പരിപാടിയും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവന് കൊമേഴ്സ് ഫാഷനാണ് എടുത്തേക്കുന്നത് മോൻ. അപ്പോൾ അതിൻ്റെ ഒരു മോഡലിംഗ് സെക്ഷനും അതൊക്കെയാണ്. അപ്പോൾ എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ, മോഡലിംഗ് ഒക്കെ. കാരണം എൻ്റെ ആയ കാലത്ത് എനിക്കിതൊന്നും ചെയ്യാൻ പറ്റിയില്ല. അന്നൊക്കെ ഇത് എന്തോ വലിയ ഒരു സംഭവമായിട്ട്, ഇതൊന്നും നമുക്ക് പറ്റിയ ജോലിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവൻ്റെ ലൈഫിലെങ്കിലും എനിക്കത് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. നമ്മുടെ സന്തോഷം അതൊക്കെ തന്നെയാണ്, എൻ്റെ സന്തോഷം അതൊക്കെ തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഡ്രൈവ് ചെയ്യട്ടെ. ഇനിയിപ്പോൾ ഡ്രൈവ് ചെയ്തിട്ട് ഒരു അപകടങ്ങളൊന്നും വരുത്തി വെക്കണ്ട. അപ്പം ഞാൻ നേരെ അവിടെ ചെന്നിട്ട് വ്ളോഗ് ചെയ്യാം. പിന്നെ അവിടെ ചെന്നിട്ട് എങ്ങനെയാണ് സിറ്റുവേഷൻ എന്ന് നോക്കിയിട്ട് ഞാൻ ചെയ്യത്തുള്ളൂ കേട്ടോ. നമ്മൾ വാവിന് അല്ലെങ്കിൽ ഓണത്തിനൊക്കെ ഞാൻ കഴിച്ചിട്ടുള്ളത് സേമിയ പായസം, കടലപ്പായസം, അരിപ്പായസം, അങ്ങനെയൊക്കെയുള്ള അടപ്പായസം ഇതൊക്കെ അല്ലേ. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇന്ന് കഴിച്ചതെന്ന് വെച്ചാൽ ചക്കപ്പായസമാണ് കഴിച്ചത്. അത് വരിക്കച്ചക്ക. ഞാൻ ഒരു പ്രാവശ്യമല്ല 2 പ്രാവശ്യം കഴിച്ചു. അപ്പോൾ സദ്യ കഴിച്ചതിൻ്റെ ഒരു ക്ഷീണം, വളരെ കുറച്ച് മാത്രമേ ഫുഡ് കഴിച്ചുള്ളൂ കേട്ടോ. ഇച്ചിരി പേരിന് മാത്രം കഴിച്ചു. പായസം കഴിച്ചു നന്നായിട്ട് വിശാലമായിട്ട്. അപ്പോൾ അതിനുശേഷം ഇവിടെ കുറച്ച് നേരം വന്ന് ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിള്ളേരും അവിടെ ട്യൂണൊക്കെ സെറ്റ് ചെയ്യുന്നതിനുള്ള ഒരു തിരക്കിലാണ്. അപ്പോൾ ഇനിയാണ് പ്രാക്ടീസ് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ. ശരി, ഞാൻ ഇവിടെ വ്ളോഗ് എടുക്കല്. അപ്പോൾ പ്രാക്ടീസൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി.
ഭയങ്കര മഴയായിരുന്നു ഇറങ്ങിയ സമയത്ത്. മേഘങ്ങളൊക്കെ ഭയങ്കരമായിട്ട് മൂടിയായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വണ്ടി കുറച്ച് മാറ്റിയാണ് ഇട്ടിരുന്നത്. വഴിയിൽ ഇടാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് മാറ്റി ഇട്ടു. പിന്നെ അതുവരെ നടന്നു, മഴ പെയ്യുന്നതിന് മുമ്പ് ഓടിക്കയറി. അപ്പോൾ പിന്നെ ഞങ്ങൾ പെട്ടെന്ന് വീട്ടിൽ വരാനുള്ള ഒരു ഇതിലായിരുന്നു. പിന്നെ റോഡിലൊന്നും വലിയ തിരക്കൊന്നും ഇല്ല, ഇന്ന് കർക്കിടക വാവല്ലേ, അപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ വീടെത്തി. ഇപ്പോൾ ഞാൻ വീടിൻ്റെ നമ്മുടെ ലൊക്കേഷനിൽ വന്ന് ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഒരു സൈൻ ഓഫ് പറയണമല്ലോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ്, ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വളരെ നല്ലൊരു ദിവസമായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു, പിള്ളേരും നന്നായിട്ട് എൻജോയ് ചെയ്തു. ഞങ്ങൾ കുറേ ഫോട്ടോസ് സെൽഫീസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞ കുട്ടികളുടെ കൂടെ കിടന്ന് കളിക്കാനും അവരുടെ ആ ഒരു ഏജിനൊപ്പം നിൽക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾ എപ്പോഴും കുട്ടിയായിട്ട് വലിയ ആൾക്കാരുടെ രീതിക്കത് ചിന്തിക്കുന്നതിൻ്റെ അത്ര ഞാൻ ഇതുവരെ എത്തിയിട്ടില്ല. ഇപ്പോഴും ഞാനങ്ങനെ പഴയ രീതിയിൽ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഞാനിനി നീട്ടി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഇറ്റ്സ് ബൈ ഫ്രം സരിത. ടേക്ക് കെയർ. ബൈ ബൈ. ടാറ്റാ.